Hello guys, welcome to my maths class. Okay, in this session we will discuss about the topic application of integrals. Integralsൻ്റെ applications ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Integrals എന്താണ്? Two types of integrals, that means definite integrals and indefinite integrals എന്താണ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ബൈ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് അതിൻ്റെ കണ്ടു നോക്കുക കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻസാണ്, ഇൻ്റഗ്രൽസിൻ്റെ ആപ്ലിക്കേഷൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടു ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ്സ്. ടു ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദി കർവ്സ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y = f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് കരുതുക. വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് ഇത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തിലാണ്, അതൊരു XY പ്ലെയിനാണ്. ഇതിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രാഫാണ് y = f(x). ഇത് കണ്ടിന്യൂസ് ഗ്രാഫാണ് y = f(x). ഈ എക്സ് ആക്സിസിലെ രണ്ട് പോയിൻറ്റ്സ് ആണ് x = എയും x = ബിയും. ഓക്കെ, അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് y = ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് y = f(x). ഞാനിപ്പോൾ എന്ത് ചെയ്തു, എയിൽ നിന്ന് y = f(x) എന്ന് പറയുന്ന ഗ്രാഫിലോട്ട് ഒരു ലൈൻ വരച്ചു. അതുപോലെ ബിയിൽ നിന്ന് f(x) എന്ന് പറയുന്ന ഗ്രാഫിലോട്ട് ഒരു ലൈൻ വരച്ചു. ഇതിനെ നിങ്ങൾ ഓർഡിനേറ്റ്സ് എന്നാണ് നെയിം ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ ഈ കർവിൻ്റെ താഴെ ഇപ്പോൾ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ കിട്ടിയിട്ടുണ്ട്. ദറ്റ് ഈസ്, ഇത് കണ്ടോ, ഈ ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ വന്നിരിക്കുന്നത് ദ റീജിയൻ വിച്ച് ഈസ് എൻക്ലോസ്ഡ് ബൈ ദ കർവ് y = f(x) ഓവർ a < > x < b, a < x < b, the x axis and the ordinates x = a and x = b. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഈ റീജിയൻ്റെ ഏരിയ കാണാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോമുലയാണ് ഇൻ്റഗ്രൽ a to b f(x) dx. ഓക്കെ, ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ ഇങ്ങനെ ഒരു കർവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല ഇതാണ്, ഇൻ്റഗ്രൽ a to b f(x) dx. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കർവ് y = f(x) എന്ന് പറയുന്ന ഈ കർവ് x = a, x = ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ x = a എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു, x = b എന്ന് പറയുന്ന ഒരു ലൈൻ, അല്ലെങ്കിൽ അത് ഓർഡിനേറ്റ് ആണ്. സോ അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ റീജിയൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? Okay, that is the area bounded by the curve y = f(x), the x-axis and the ordinate x = a and x = b. ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഞാനിവിടെ എഴുതി വെച്ചു. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b y dx or f(x) dx. അത് കാണാനായിട്ട് നിങ്ങളിവിടെ ചെയ്ത് വെക്കുന്നത്, നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളോട് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കും, ഒരു ആർബിട്രറി വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. അതിൻ്റെ ലെങ്ത് ആയിട്ട് y എടുത്തു, കാരണം ഇത് എലോങ് y ആക്സിസ് അല്ല ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് y-ഉം ഇതിൻ്റെ വിഡ്ത്ത് dx-ഉം ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഏരിയ, ഈ റീജിയൻ്റെ ഏരിയ കാണാനായിട്ട് നിങ്ങൾ ഇൻ്റഗ്രൽ ഈ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് y വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് വിഡ്ത്ത് y dx ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് കാണാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രിപ്പ് ആദ്യം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ലോവർ ലിമിറ്റ് കാണാനായിട്ട് വെർട്ടിക്കൽ സ്ട്രിപ്പ് ആദ്യം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെ വരെ അത് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി നമുക്കറിയാം. എ വരെ അത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ വെച്ചിട്ട് ഈ റീജിയൻ ക്ലോസ്ഡ് ആണ്, ഇൻക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി, എയും ബിയാണ് ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെ വരെ എത്തുന്നുണ്ട്, അതാണ് അതിൻ്റെ ലോവർ ലിമിറ്റ്. അതുപോലെ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും അത് എവിടെ വരെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെ എത്തുമ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്. സോ നമുക്കറിയാം അത് ബി ആണ്. സോ ഏരിയ = ഇൻ്റഗ്രൽ a to b y dx. ദിസ് ഇസ് ദ ഏരിയ. ഇതാണ് നമുക്ക് ഈ റീജിയൻ്റെ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = f(x), x-axis and the ordinates x = a and x = b = ഇൻ്റഗ്രൽ a to b y dx, ഓർ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ a to b, yക്ക് പകരം f(x) കൊടുക്കാം, f(x) dx.
ഇനി ചില കേസസിൽ നമുക്ക് ഇതിപ്പോൾ എബവ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് നമുക്ക് വന്നിരിക്കുന്ന കേർവ്. ഇനിയിപ്പോൾ ചില കേസസിൽ നമുക്ക് കേർവ് ബിലോ എക്സ് ആക്സിസ് വരാം, എങ്ങനെയും വരാം നമുക്ക്. അതായത് ഇപ്പോൾ ഇതിവിടുത്തെ ഇതാണ് ഒരു കേർവ് എന്ന് പറയുന്നത്, y=f(x) എന്ന് പറയുന്ന കേർവ് ഇതാണ്. ഓക്കെ, ഈ കേർവ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസ്, ഇവിടുത്തെ ഓർഡിനേറ്റ് ആണ് x=a എന്ന് പറയുന്നത്. ഇത് x=b എന്ന് പറയുന്ന ഒരു ഓർഡിനേറ്റ് ആണ്. x=b, x=a, എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, ദിസ് ഈസ് ദ region bounded by the curve y=f(x), x-axis, the ordinate x=a and x=b. സോ അപ്പോൾ ഇത് നെഗറ്റീവ് സൈഡിലാണ് ഈ ഒരു കർവ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാനായിട്ട് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതായത് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ a to b y dx, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ a to b y dx ഓർ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ a to b f(x) dx ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു ടൈപ്പിലും കൂടി, ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ടാണ് എൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ നോക്കിയത്. ഇതുപോലെ നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിൻ്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ കേർവ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണെന്ന് കരുതുക. ദറ്റ് ഈസ് എൻ്റെ കേർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, y=some f(x). ഇതാണ് എൻ്റെ കേർവ്. ആൻഡ് ഇത് കണ്ടിന്യൂസ് ആവുന്നത് വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ CD. അപ്പോൾ ഇത് y ആക്സിസിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഇതാണ് C, ഇത് D. ഈ രണ്ട് പോയിൻറ്റ്സിൽ ഇത് ബൗണ്ടഡ് ആണെന്ന് കരുതുക. അപ്പോൾ ഞാനിവിടെ ഈ സിയിൽ നിന്ന് കർവിലോട്ടൊരു ലൈൻ വരച്ചു. ഇതിന് അബ്സിസ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്, അബ്സിസ. അതുപോലെ തന്നെ ഡിയിൽ നിന്ന് ഈ ലൈനിലോട്ട് ഈ കർവിലോട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇത് നമുക്ക് രണ്ട് ലൈൻസ് ഇവിടെ കിട്ടി, y=C ആൻഡ് y=D എന്ന് പറയുന്ന രണ്ട് അബ്സിസ. സോ അപ്പോൾ കണ്ടോ, ഈ കർവ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദിസ് റീജിയൻ വിച്ച് ഈസ് എൻക്ലോസ്ഡ് ബൈ the curve y=f(x), y-axis, the abscissa y=C and y=D. ഉണ്ടോ, നമുക്ക് ഇങ്ങനൊരു റീജിയൻ കിട്ടി. ഇനി ഈ റീജിയൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഈ റീജിയൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഞാൻ വരച്ചു. ഓക്കെ, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഇതിപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ് ആണല്ലോ. ഓക്കെ, ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ സ്മോൾ എക്സ് എടുത്തു, അല്ലെങ്കിൽ ലെങ്ത് ആയിട്ട് ഞാൻ എക്സ് എടുത്തു. ഇതിൻ്റെ വിഡ്ത്ത് ആയിട്ട് ഞാൻ DY എടുത്തു, ഇതിൻ്റെ വിഡ്ത്ത് ആയിട്ട് DY എടുത്തു. ഇനി ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല യൂസിങ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് DY, അതിൻ്റെ ലെങ്ത്ത് വിത്ത് റെസ്പെക്റ്റ് ടു വിഡ്ത്ത് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ലിമിറ്റ് കാണാൻ ലോവർ ലിമിറ്റ് കാണാനായിട്ട് ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആദ്യം താഴേക്ക് മൂവ് ചെയ്യിക്കുക. ലോവർ പോർഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെ ചെന്നാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ലോവർ ലിമിറ്റ്. നമുക്കറിയാം വെർട്ടിക്കൽ സ്ട്രിപ്പ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് D വരെ എത്തുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ ലോവർ ലിമിറ്റ്. ഇനി അടുത്തത് ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് മുകളിലോട്ട് മൂവ് ചെയ്യിക്കുക. അപ്പർ പോർഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, സിയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ അപ്പർ ലിമിറ്റ്. സോ ഇറ്റ്സ് ഏരിയ ഈസ് ഇൻ്റഗ്രൽ C to D x dy, ഇൻ്റഗ്രൽ C to D x dy. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു കേർവ് നിങ്ങൾ എടുക്കേണ്ട ഫോർമുല അത് y=f(x) എന്നുള്ള കേട്ടോ. ഇത് എടുക്കേണ്ട ഫോർമുല സം x=some f(y). ഓക്കെ, x=f(y) എന്ന് പറയുന്ന ഒരു കേർവാണ്. ആ കേർവ് ക്ലോസ്ഡ് ഇൻ്റർവൽ CD കണ്ടിന്യൂസ് ആണെങ്കിൽ, ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവൽ CD കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവാണ് x=f(y) എങ്കിൽ ആ കർവിൻ്റെ താഴെ വരുന്ന റീജിയൻ, അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ്, താഴെ വരുന്ന ബൗണ്ടഡ് റീജിയൻ്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അത് ബൗണ്ടഡ് ആയത് എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഈ ഒരു കർവ് x=f(y), പിന്നെ ഇവിടുത്തെ y ആക്സിസ്, പിന്നെ രണ്ട് ഓർഡിനേറ്റ്സ് ഉണ്ട് y=C, y=D. ഇത്രയും പോർഷൻസ് വെച്ച് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഈ റീജിയൻ, ഇപ്പോൾ ഇത് ബൗണ്ടഡ് ആയി. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ D to C x dy. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരച്ചു, അതിൻ്റെ ലെങ്ത് ആയിട്ട് എക്സ് എടുത്തു, അതിൻ്റെ വിഡ്ത്ത് ആയിട്ട് DY എടുത്തു, അതിൻ്റെ ലിമിറ്റ്സ് ആയിട്ട് ലോവർ ലിമിറ്റ് Dയും അപ്പർ ലിമിറ്റ് Cയും എടുത്തു. ഇങ്ങനെയാണ് നിങ്ങൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. മെജോറിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്, വെർട്ടിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ടാണ് കൂടുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് കിട്ടി. നമുക്ക്
കുറച്ച് പ്രോബ്ലംസ് ഇതിൻ്റെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് by using this concept. The first question is find the area enclosed by the circle x square plus y square equal to a square. x square plus y square equal to a square എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫിഗർ വരച്ചു. ഇതൊരു സർക്കിളാണല്ലോ. സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, സർക്കിളിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിളിൻ്റെ ഇക്വേഷനാണ്, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് എ ബി, സർക്കിളിൻ്റെ സെൻറ്റർ എ ബിയും ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറുമാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന സർക്കിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 0യും റേഡിയസ് എന്ന് പറയുന്നത് എയുമാണ്. ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ ഡിനോട്ട് ചെയ്യുന്ന? റേഡിയസ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നും ആ സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ്. ഓക്കെ, ആ സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. ഉണ്ടോ? ഈ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് എ ആണ് വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ നിന്നും ഈ സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓരോ 4 ആക്സിസിലും എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസിലെല്ലാം അതിൻ്റെ പോയിൻറ്റ്സ് എടുത്ത് അതുകൊണ്ടാണ് A0 0 A മൈനസ് A 0 0 മൈനസ് A. ക്ലിയർ? ഇനി ഇവിടെ നമുക്ക് ഈ സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. ഈ മൊത്തത്തിൽ ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ 4 കോർഡിനേറ്റ്സ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് കോർഡിനേറ്റ്, ഇത് സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്, ഇത് ഫോർത്ത് കോർഡിനേറ്റ്. അപ്പോൾ 4ൻ്റെയും ഏരിയ കണ്ട് ആഡ് ചെയ്ത് വെക്കുന്നതിന് പകരം നമുക്കറിയാം ദ സർക്കിൾ ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ആക്സിസ്. സർക്കിൾ ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദ വൈ ആക്സിസ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൻ്റെ തുല്യമായിട്ടാണ് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഈ സർക്കിളിനെ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ക്വാഡ്രൻറ്റിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും എടുത്ത് കാണുന്നതിന് പകരം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ 4 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഇവിടെ നിങ്ങൾ ചെയ്ത് വെക്കുന്നത് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അല്ലേ? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇതിൻ്റെ ഏരിയ നമുക്ക് ഫോം ചെയ്ത് വെക്കാം. 0 A മൈനസ് A 0 0 മൈനസ് A. എന്നിട്ട് അതിനെ 4 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇതിനെ 4 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സോ അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഏരിയ കാണാനായിട്ട് ഞാനൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഞാൻ വരച്ചു. ഇനി ആ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് ഏരിയയുടെ ഫോർമുല അറിയാമല്ലോ. ഏരിയ ഈക്വൽ ടു വോട്ട്? ഏരിയ, ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ഓഫ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ത് വന്നു? വെർട്ടിക്കൽ സ്ട്രിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് y ആണ്. ഫോർമുല അറിയാം, y dx. വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല y dx ആണ്. ഇതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കാണണം. ലോവർ ലിമിറ്റ് കാണാനായിട്ട് ഈ സ്ട്രിപ്പിനെ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി ഇതല്ല. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ആ പോർഷൻ വരുന്നത് ഇത്രയാണ്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് വരുന്നത്. അപ്പോൾ അത് വെർട്ടിക്കൽ സ്ട്രിപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെ ചെന്നാൽ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഈ ലൈനിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എക്സിൻ്റെ വാല്യൂ അതാണ് എടുക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എക്സ്, ഇത് വൈ. എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ ഇതാണ് 0 ആണ് ഇവിടുത്തെ ലോവർ ലിമിറ്റ്. ഇത് അടുത്തത് അപ്പർ വാല്യൂ കാണണം. അതിന് വേണ്ടിയിട്ട് ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെ ചെന്നാൽ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇവിടെ നല്ല സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇത് എ ആണ്. എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ 0. നമുക്ക് എക്സിൻ്റെ വാല്യൂ മാത്രം മതി. കാരണം വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് അല്ല ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡി എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ലിമിറ്റ്സ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. സോ അപ്പോൾ എക്സിൻ്റെ ലോവർ ലിമിറ്റ് 0യും എക്സിൻ്റെ അപ്പർ ലിമിറ്റ് ഇവിടെ എയുമാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to a. ഇനി നമുക്കിവിടെ y റീപ്ലേസ് ചെയ്യണം. നമുക്കറിയാവുന്ന ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ ആണ്. x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ. ഇവിടെ നിന്ന്
we get y square equal to a square minus x square, that is y equal to plus or minus root of a square minus x square. ഇതാണ് വൈയുടെ വാല്യൂ. ബട്ട് we take only positive value, of y, that is we take y as a square minus x square. ഈ നെഗറ്റീവ് വാല്യൂവിനെ അങ്ങോട്ട്, അതായത് y ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കൂടി ഉണ്ട്, അതിനെ നമ്മൾ ക്യാൻസൽഡ് ചെയ്തു. എന്താ കാരണം നിങ്ങളോട് എടുക്കുന്ന ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് ഓൺലി പോസിറ്റീവ് വാല്യൂസ് മാത്രമേ അലൗഡ് ഉള്ളൂ. അവിടെ എല്ലാ ഫങ്ഷൻസും പോസിറ്റീവാണ്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളവിടെ നെഗറ്റീവ് വാല്യൂസ് വരുന്നത് അങ്ങോട്ട് ഒമിറ്റ് ചെയ്തു. വൈക്ക് ഓൺലി പോസിറ്റീവ് വാല്യൂ മാത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. ഓക്കെ, ദർഫോർ വി ചൂസ് y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് a square minus x square. Clear? That is, as a region, that is, this region lies in the first quadrant, therefore y is taken as positive. Clear? ഇനി എന്ത് ചെയ്യുക, നമുക്കിവിടെ y റീപ്ലേസ് ചെയ്യാം. വൈക്ക് പകരം റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ dx എന്ന് കൊടുത്തു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള നമുക്ക് ഫോമുല അറിയാമല്ലോ, ഇതൊരു ഡയറക്റ്റഡ് ഫോമുലയാണ്. ഞാനത് ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സിൽ ഇതൊരു സെഷനായിട്ട് നമ്മൾ എടുത്തു പോയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതിൻ്റെ ഫോമുലയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിതിൽ ഷെയർ ചെയ്തേക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഡൗട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. സോ ആ ഒരു ഫോമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഓവർ ദ ലിമിറ്റ് 0 to a. ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഫസ്റ്റ് പുട്ട് ദ അപ്പർ വാല്യൂ, ദറ്റ് ഈസ് എ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എ ബൈ എ മൈനസ്, ഇനി അടുത്തത് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ 0, ദറ്റ് ഈസ് 0/2 എന്ന് വരുമ്പോഴേക്കും അത് 0 ആയി. 0 ഇൻറ്റു സംതിങ് 0 ആണ്, അപ്പോൾ അത് കാണേണ്ട കാര്യമില്ല, 0 എന്ന് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0/a, അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 0. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0. സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് സൈനിന് ഏത് ആംഗിളിലാണ് 0 കിട്ടുന്നത്? സൈൻ 0 ആണ് 0 വരുന്നത്, അപ്പോൾ ഇതും 0 ആയിപ്പോവും. ഓക്കെ, ബാലൻസ് വരുന്നത് എ ബൈ ടു ഇൻറ്റു, ഇവിടെ എന്ത് വന്നു, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇതും 0 ആയിപ്പോയി. സോ അപ്പോൾ ഇത് എ ബൈ ടു ഇൻറ്റു 0 പ്ലസ് ഇവിടെ വരുന്നത് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1. സൈൻ, അതായത് സൈൻ ഏത് ആംഗിളിലാണ് 1 വരുന്നത് നമുക്കറിയാം, 90യിലാണ്, സൈൻ 90യിലാണ്, മൈനസ് 0. ദറ്റ് ഈസ് പൈ എ സ്ക്വയർ ബൈ 4 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത് പൈ എ സ്ക്വയർ ബൈ 4 ആണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, 4 ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഏരിയ ഓഫ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ദാറ്റ് ഈസ് എന്ത് വന്നു, 4 ഇൻറ്റു പൈ എ സ്ക്വയർ ബൈ 4. ക്യാൻസൽ ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ ആസ് പൈ എ സ്ക്വയർ. ദിസ് ഇസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് find the area enclosed by the ellipse x square by a square plus y square by b square equal to 1. This is the question. Find the area enclosed by the ellipse x square by a square plus y square by b square equal to 1. Okay, we cancel the problem. The question is x square by a square plus y square by b square equal to 1. The given curve is the ellipse x square by a square plus y square by b square equal to 1. How to find
the area of this ellipse. First we have to draw the figure of ellipse. What's the diagram of ellipse? X square by a square plus y square by b square equal to 1. We all know that its figure is like this. This is the origin 0 0, and this is the point a0, and here minus a0, and this is on y-axis. The point is 0 b and 0 minus b. Okay, here also we knew that ellipse is a continuous curve, and this ellipse is symmetrical about both the x-axis and the y-axis. Ellipse is symmetrical about both the x-axis and y-axis. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എലിപ്സിനെയും x-ആക്സിസും y-ആക്സിസും ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സിമെട്രിക് ആയിട്ട്. അതാണ് സിമെട്രിക് എന്ന് വിളിക്കുന്നത്. അതായത് 4 പോർഷൻസ്, ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, അല്ലെങ്കിൽ പറയാം ഇത് ഓരോ ക്വാഡ്രൻറ്റിലാണെന്ന് പറയാം ഈ 4 പോർഷൻസ്. അപ്പോൾ സിമെട്രിക് ആണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാം ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിലെ ആ ഒരു കർവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്താൽ മാത്രം മതി, അല്ലേ? ബാക്കി എല്ലാ ക്വാഡ്രൻറ്റിലും സെയിം ഏരിയ തന്നെ ആയിരിക്കും വരുന്ന റീജിയൻ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ഏരിയ ഓഫ് ദ എലിപ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. So for this, here we consider the first quadrant. Because ellipse is symmetrical about both the x-axis and y-axis. So here we consider the first quadrant, and we draw a vertical strip. Then the area of the first quadrant equal to area of the first quadrant of the ellipse is equal to integral y dx. Next we want to find the limit of dx. That is, first we want to find the lower limit, then to find the upper limit. Adin endha cheyyunnathu? First we move the vertical strip to the left. ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക. അത് എവിടെ ചെന്നാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ ബൗണ്ടറി വാല്യൂ അല്ലെങ്കിൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഉണ്ടോ? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത അപ്പർ വാല്യൂ കാണാനായിട്ട് വെർട്ടിക്കൽ സ്ട്രിപ്പ് റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. അത് എവിടെ ചെന്നാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ ബൗണ്ടറി വാല്യൂ. ഇതാണ് എക്സിൻ്റെ വാല്യൂ, എക്സ് ഈക്വൽ ടു എ. സോ ഇറ്റ്സ് ബൗണ്ടറി വാല്യൂസ് ആർ 0 ആൻഡ് എ. Now we want to find the value of y. We know that x square by a square plus y square by b square equal to 1. So from here x square by a square plus y square by b square equal to 1. We want to find the value of y, that is y square by b square equal to, here we transpose the term x square by a square to the right side. So this becomes 1 minus x square by a square, that is y square by b square equal to, just take the cross multiplication by a square. So this becomes 1 into a square equal to a square minus x square all divided by a square. Okay, that is y square equal to, here we transpose 1 by b squares to the right side. So this becomes b square by a square into a square minus x square. Okay, that is y equal to what? Square root of b square by a square plus or minus, take the plus or minus sign, into a square minus x square. Okay, that is y equal to, here we consider only the positive value of y because we consider the first quadrant. Okay, first quadrant നമ്മൾ വൈയുടെ വാല്യൂസ് ടേക്ക് ചെയ്യുന്നത്. സോ here we take in y as positive. So we take this as b plus positive b square by a square into a square minus x square, that is y equal to what? Square root of b square by a square is b by a into square root of a square minus x square. Clear? This is the value of y.
Now we put the value of y here. So this becomes integral 0 to a b by a into root of a square minus x square dx. b by a is a constant. Take it outside to the integral. So this becomes b by a into integral 0 to a square root of a square minus x square into dx. Now what's the integral value of square root of a square minus x square? We knew that it's x by 2 into root of a square minus x square plus a square by 2 into sin inverse x by a over the limit 0 to a. That is b by a into, now we put the limit values. First put the upper limit, that is a. So this becomes a by 2 into root of a square minus a square plus, and here a square by 2 into sin inverse a by a minus, next put the lower values to x. So this becomes 0 by 2 into, that is 0 into something is 0, plus here a square by 2 into sin inverse 0 by a, that is sin inverse 0. Okay, so this becomes b by a into, this term becomes a square minus a square equal to 0, that is a square, a by 2 into 0 becomes 0, plus here this is sin inverse a by a, that is this term is 1, a by a is 1, that is sin inverse 1 equal to what? Sin ഏത് ആംഗിളിലാണ് 1 കിട്ടുന്നത്, that is at which angle sin theta equal to 1, that is at pi by 2. Okay, so this becomes a square by 2 into sin inverse 1 is pi by 2 minus 0, and what is sin inverse 0? Sin inverse 0 equal to 0. So this becomes a square by 2 into 0, that is 0. A square by 2 into 0, so this becomes 0. So the last term also is 0. Therefore b by a into a square by 2 into pi by 2. So the final answer is, here 1a become cancelled. After we get ab by 2, ab by 4, sorry, 2 into 2 4, ab by 4 into 5, ab by 4 into 5. Okay, this is the area of the first quadrant of the ellipse. The ellipse in the first quadrant in the area, but we need the area of the ellipse. So area of the ellipse equal to 4 into area of first quadrant, 4 into area of first quadrant, because ellipse is symmetric about the x-axis and the y-axis. Okay, എല്ലാ 4 ക്വാഡ്രൻറ്റിലെയും ആ റീജിയൻ്റെ ഏരിയ സെയിം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിലെ റീജിയൻ്റെ ഏരിയ ആദ്യം ഫൈൻഡ് ചെയ്യുക, അതിനെ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So we get the final value. So it becomes 4 into ab by 4 into pi. So 4 cancel. After we get the area of the ellipse is pi ab. Pi ab. Clear? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കണ്ടന്റാണ് ഇൻക്ലൂഡ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.